ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഡെസേർട്ടാണ്. പെരുന്നാളിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലിയൊരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല നൈസായിട്ടുള്ള സേമിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ റോസ്റ്റഡ് സേമിയാണ്, എങ്കിലും ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ റോസ്റ്റഡ് അല്ലെങ്കിൽ കുറച്ച് സമയം നല്ലൊരു കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് 1/2 ലിറ്റർ പാല്, അതായത് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സേമിയയും പാലും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാഷ് നട്ട്സും ബദാമും കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇതൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് ബദാം, ഒരു 10-12 ബദാം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയെടുത്താണ് കേട്ടോ. അതായത് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അതാണ് ഇപ്പോൾ കണ്ടില്ലേ, പാല് പോലെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബദാം എന്താണെങ്കിലും ചേർക്കണം കേട്ടോ. ബദാമിൻ്റെ ആ ഒരു പാല് പോലെയുള്ള ഇത് മിക്സ് ചേർക്കണം കേട്ടോ. അത് ചേർക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാരയൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക. ഇനി പിന്നെ അത് മിൽക്ക് മെയ്ഡൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പാൽപ്പൊടി ഇതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 രൂപയുടെയൊക്കെ പാക്കറ്റ് ഉണ്ടാവില്ലേ, ആ ഒരു 10 രൂപയുടെ പാക്കറ്റ് മേടിച്ചിട്ട് അതിനകത്ത് കുറച്ചൊരു വെള്ളം കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി, ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട്. പിന്നെ ഇതിനകത്തേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട്, അതായത് സേമിയൊക്കെ വെന്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു 1/2 ലിറ്റർ പാലും കൂടെ ചേർക്കണം കേട്ടോ. മൊത്തത്തിൽ 1 ലിറ്റർ പാലാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തത്. പിന്നെ അത് കൂടാണ്ട് ബദാമിൻ്റെ ആ ഒരു മിൽക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എന്താ പറയുക, നല്ല റിച്ച് ആയിട്ടുള്ളൊരു പായസം. അപ്പോൾ ഞാനിതിവിടെ കുറച്ച് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അബ്ദുക്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ ഒരു വീഡിയോയിൽ വേറൊരു ടൈപ്പിൽ സേമിയ പായസം ഉണ്ടാക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ പായസം തന്നെ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, നല്ല റിച്ച് ആയിട്ടുള്ളൊരു പായസം ഉണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഉഷാർ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.